അനുഗ്രഹിക്കപ്പെട്ട ദൈവമേ, നിമിഷത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന പിതാവേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പഠിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ അടികൾക്ക് കൂടിയിരുവാൻ ദൈവം ഇടവരുത്തി കൃപയ്ക്കായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന പിതാവേ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവചനം പിതാവേ അടികളുടെ ജീവിതത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും സ്വർഗ്ഗത്തിലെ ദൈവം കാരണമാക്കി തീർക്കുമാറാകണമേ എന്ന് ചോദിക്കുന്ന പിതാവേ. വചനം കേട്ട് ദൈവമേ ഹല്ലേലൂയ അതനുസരിക്കുന്നവരായി ജീവിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ ഹല്ലേലൂയ. കേൾക്കുന്ന വചനം പിതാവേ സ്തോത്രം, ഹല്ലേലൂയ. അടികളുടെ നിത്യതയ്ക്ക് ദൈവമേ ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ കാരണമായി തീരുവാൻ എന്റെ ദൈവം ഇടവരുത്തുമാറാകണമേ എന്ന് ചോദിക്കുന്ന പിതാവേ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ആശ്രയങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനോട് സ്വർഗ്ഗത്തിലെ ദൈവം കൂടിയിരിക്കുമാറാകണം. അപ്പൊ ആ സ്തോത്രം വീണ്ടും ബലപ്പെടുത്തുമാറാകണമേ എന്ന് ചോദിക്കുന്നു. കൂടി വരുവാനുള്ളവരെയൊക്കെയും പെട്ടെന്ന് ദൈവം കൂട്ടിവരുത്തുമാറാകണമേ എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. പാപകാവ്യം മാനവഭൂത്വം ദൈവം എടുക്കുമാറാകണം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിന്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാത്രമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും എന്നുള്ള വിഷയത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ചായിരുന്നു. ഗിരിപ്രഭാഷണം. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. ദൈവരാജ്യത്തിന്റെ വർത്തമാനകാല നിവൃത്തിയുണ്ട്, അപ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ ഭാവികാല നിവൃത്തിയുണ്ട്. ദൈവരാജ്യവും ദൈവസഭയും സംബന്ധിച്ച് നമ്മൾ പഠിച്ചിരുന്നു. പുതിയ നിയമ ലേഖനങ്ങളിൽ ദൈവരാജ്യം എന്ന വിഷയം നമ്മൾ പഠിച്ചു. തുടർന്നാണ് നമ്മൾ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട് എന്ന വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രാരംഭമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഗിരിപ്രഭാഷണം നിരവധി അല്ലെങ്കിൽ ഒന്നിലധികം പ്രഭാഷണങ്ങളുടെ ഒരു സമ്മറിയാണ്. അവ യേശുക്രിസ്തു നടത്തിയിട്ടുള്ള ഒന്നിലധികം പ്രഭാഷണങ്ങളുടെ ഒരു സമാഹരണമാണ്. സമ്മറി അല്ല, സമാഹരണമാണ്, സംയോജനമാണ്. സമ്മറി എന്ന് പറഞ്ഞ എന്നല്ല വരുന്നത്, ചേർത്ത് പറയുന്നതാണ്, സംയോജിപ്പിച്ച് പറയുന്നതാണ്. അതിന് പല തെളിവുകൾ, ഏതാണ്ട് 5-6 തെളിവുകൾ ദൈവവചനത്തിൽ നിന്ന് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, പരിശോധിക്കുകയുണ്ടായി. തുടർന്ന് നമ്മൾ ഗിരിപ്രഭാഷണത്തിന്റെ പ്രഭാഷണ ശൈലി അത് ഒന്ന് വിലയിരുത്തുകയുണ്ടായി. ഇന്ന് നമ്മൾ ഗിരിപ്രഭാഷണത്തിന്റെ വ്യാഖ്യാനം ആണ് പഠിക്കുവാൻ പോകുന്നത്. ഗിരിപ്രഭാഷണത്തിന്റെ വ്യാഖ്യാനം. വാറൻ ഡബ്ല്യു ബി എന്ന് പറയുന്ന ലോകപ്രശസ്തനായ തിയോളജിയൻ, അദ്ദേഹത്തിന്റെ ബൈബിൾ കമന്ററി ഉണ്ട്. നിങ്ങൾ മേടിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ നല്ലതായിരിക്കും. ഗിരിപ്രഭാഷണത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ഒരു ഏകദേശ സ്കെലിറ്റൻ ബിയുടെ കമന്ററിയിൽ നിന്നാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ്. പൂർണ്ണമായിട്ടും ആ നിലയിലല്ല, എങ്കിലും അതിന്റെ ഒരു സ്കെലിറ്റൻ. ഗിരിപ്രഭാഷണം പ്രധാനമായിട്ടും മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ് നമ്മൾ കാണുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ അതിനൊരു സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: യഥാർത്ഥ നീതിയുടെ തത്വങ്ങളാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൂ റൈച്ചസ്നെസ്, അതാണ് 5-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൂ റൈച്ചസ്നെസ്. 6-ാം അധ്യായത്തിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൂ വർഷിപ്പ്, യഥാർത്ഥ ആരാധനയുടെ തത്വങ്ങൾ കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ് 6-ാം അധ്യായത്തിൽ. 7-ാം അധ്യായത്തിൽ യഥാർത്ഥ ന്യായവിധിയുടെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൂ ജഡ്ജ്മെന്റ്, റൈറ്റ് ജഡ്ജ്മെന്റ്, അതാണ് 7-ാം അധ്യായത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ചുരുക്കമായിട്ട് പഠിക്കുവാൻ ശ്രമിക്കാം. ഒന്നാമത് യഥാർത്ഥ നീതിയുടെ തത്വങ്ങൾ എന്ന വിഷയമാണ്. യഥാർത്ഥ നീതിയുടെ തത്വങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5:20 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗിരിപ്രഭാഷണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണിത്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്യം 5:20 5-ാം അധ്യായത്തിന്റെയോ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിന്റെ മുഴുവനായോ ഉള്ള കീ വേഴ്സ് അല്ലെങ്കിൽ താക്കോൽ വാക്യം എന്ന് കരുതാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പലതും. ഞാൻ എന്റെ ചിന്ത വളരെ സ്ലോ ആയിട്ടാണ് പറഞ്ഞു പോകുന്നതെന്നാണ്. എന്നാൽ ചിലർ പറയുന്നുണ്ട് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് ഓരോ അക്ഷരം വെച്ച് എഴുതിയെടുക്കാൻ അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്ന നിലയിൽ സ്ലോ ആയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് കരുതുന്നു. അല്ലേ? അതോ ഒത്തിരി ഫാസ്റ്റ് ആണോ? അല്ലെന്നാണ് എനിക്ക്. കുഴപ്പമില്ല സാർ. ഇപ്പൊ നോർമൽ ആണ് സാറേ. കഴിഞ്ഞ ദിവസം ഒരാൾ ദിവസം എന്നോട് പറഞ്ഞു ഇച്ചിരി ഫാസ്റ്റ് ആയതുകൊണ്ട്. ഫാസ്റ്റ് എന്ന് പറയാൻ നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ഞാൻ 1-ാം ക്ലാസ്സിലെ പിള്ളേരോട് പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞു തരാൻ ഒക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നതിന്റെ പ്രധാന പോയിന്റ് മിക്കവാറും എല്ലാം ഞാൻ ഈ ഡിസ്പ്ലേയിൽ സ്ക്രീനിൽ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പൊ ഈ 5:20 ഗിരിപ്രഭാഷണത്തിന്റെ മുഴുവനായുള്ള താക്കോൽ വാക്യമായിട്ട് നമുക്ക് കരുതാം, കീവേഴ്സ് ആയിട്ട് കരുതാം. 5-ാം അധ്യായത്തിന്റെയോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ. അവിടെ പറയുകയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും എന്ന് പറയുന്നത് അന്നത്തെ മത നേതാക്കന്മാരാണ്. അവര് മതാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്ത് തങ്ങൾ പൂർണ്ണരെന്ന് അഭിമാനിക്കുന്ന വ്യക്തികളാണ്. അവരുടെ നീതിപ്രവർത്തികളൊക്കെ പ്രകടനപരമാണ്. കപടവും പ്രകടനപരവുമായ നീതിപ്രവർത്തികളാണ് അവർ ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം മറ്റുള്ളവർക്ക് മുൻപാകെ തങ്ങളെ നീതിമാന്മാരായി പ്രസന്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് മുൻപാകെ തങ്ങൾ നീതിമാന്മാരെന്ന് കാണിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് ശാസ്ത്രിമാർ, പരീശന്മാർ. കർത്താവ് പറയുന്നുണ്ട് അവർ വെള്ള തേച്ച ശവക്കല്ലറ പോലെയാണെന്ന് ഒക്കെ അവരെ പറ്റി പറയുന്നുണ്ട്. അപ്പം പുറമേ അവർ നീതിമാന്മാരായി വിളങ്ങുന്നവരാണ്. ദൈവം നോക്കുന്നത് നമ്മുടെ ബാഹ്യമായ പ്രകടനങ്ങളെയല്ല, ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. ദൈവം ഹൃദയങ്ങളെ നോക്കുമ്പോൾ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ നീതി എന്നെണ്ണപ്പെടുന്നത് ഹൃദയാന്തർഭാഗത്ത് വെളിപ്പെടുന്ന അല്ലെങ്കിൽ ഹൃദയാന്തർഭാഗത്ത് ഉള്ള ആ നീതിയാണ് യഥാർത്ഥ നീതിയായിട്ട് വെളിപ്പെടുന്നത്. ബാഹ്യമായ പ്രകടനാത്മകമായ പ്രവർത്തികളല്ല, ഹൃദയത്തിന്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. ഹൃദയാന്തർഭാഗത്ത് നീതി വെളിപ്പെടുക. എന്താണ് യഥാർത്ഥ നീതി? എന്താണ് യഥാർത്ഥ നീതി എന്നാണ് 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത്. 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത് എന്താണ് യഥാർത്ഥ നീതി എന്നാണ്. കർത്താവ് തിരുവായി മൊഴിഞ്ഞ് ഗിരിപ്രഭാഷണം ആരംഭിച്ചിരിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. Blessed are the poor in spirit, for theirs is the kingdom of heaven എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 3 മുതൽ 12 വരെയുള്ള ഓരോ വാക്യങ്ങളിലും തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ബ്ലസ്സഡ്. ശ്രദ്ധിക്കണം, 3 മുതൽ 12 വരെയുള്ള ഓരോ വാക്യങ്ങളിലും തുടർച്ചയായി പറയുന്നതാണ് ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ബ്ലസ്സഡ് എന്ന പ്രയോഗം. 8 തവണ ആ പ്രയോഗം
ആവർത്തിച്ച് പറയുന്നുണ്ട്. 8 തവണ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ബ്ലസഡ് എന്ന് പറയുന്നുണ്ട്. ഭാഗ്യവാന്മാർ എന്ന് അല്ലെങ്കിൽ ബ്ലസഡ് എന്നുള്ള ആ പ്രയോഗം 8 തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. മക്കാറിയോസ് എന്ന ഗ്രീക്ക് പദമാണ് ബ്ലസഡ് അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത്. മക്കാറിയോസ് എന്നുള്ള വാക്കിനെ someone who receives divine favor, ദൈവപ്രീതി ലഭിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന വ്യക്തി. ബ്ലസഡ് എന്ന് പറയുമ്പോൾ someone who received divine favor, ദൈവപ്രീതി ലഭിച്ചിരിക്കുന്ന വ്യക്തി, അതാണ് മക്കാറിയോസ്. ശ്രദ്ധിക്കണം, ആ പദം നിങ്ങൾ അതിന്റെ അർത്ഥം ആ നിലയിൽ മനസ്സിലാക്കണം. എന്നിട്ട് 5:3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, ആ വാക്യങ്ങൾ നമ്മൾ അതിന് പൊതുവെ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? ഇംഗ്ലീഷിൽ പറയും ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ബിയാറ്റിറ്റ്യൂഡ്, ബിയാറ്റിറ്റ്യൂഡ്. ബിയാറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്കിന് എ സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്റ്റ് ബ്ലിസ് അല്ലെങ്കിൽ പരമാനന്ദം അല്ലെങ്കിൽ പരമമായ ആനന്ദം. ബിയാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഒരു ലാറ്റിൻ പദമാണ്. അത് ഇംഗ്ലീഷിലേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ബിയാറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പരമമായ ആനന്ദമാണ്. ദൈവികമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതാണ് ബിയാറ്റിറ്റ്യൂഡ്. 5:3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് വർണ്ണിക്കുന്ന ആ വചനഭാഗം, അതിന് ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവികമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ആ കാര്യമാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. ആർക്കാണ് ദൈവികമായ സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ പരമാനന്ദം അനുഭവിക്കുവാൻ സാധിക്കുന്നത്? അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ, യഥാർത്ഥ മക്കാറിയോസ് അല്ലെങ്കിൽ ബ്ലസഡ്. ആരാണ്? ദൈവികമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവർ. 3 മുതൽ 12 വരെയുള്ള വചനഭാഗത്തിലൂടെ ആരാണ് മക്കാറിയോസ് അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ, ആരാണ് യഥാർത്ഥ പരമാനന്ദം അനുഭവിക്കുന്നവരെന്നുള്ളതിന്റെ ഉത്തരമാണ് കർത്താവ് നൽകി തരുന്നത്. അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ വെളിപ്പെടുത്തുന്നവരാണ് ഭാഗ്യവാന്മാർ, അതായത് പരമാനന്ദം അനുഭവിക്കുന്നവർ. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ അതൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ വെളിപ്പെടുത്തുന്നവരാണ് ഭാഗ്യവാന്മാർ, മക്കാറിയോസ് അഥവാ ബ്ലസഡ് ആയിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളാണ് യഥാർത്ഥ നീതി വെളിപ്പെടുത്തുന്നത്. ഈ സ്വഭാവ ഗുണങ്ങൾ ആത്മാവിൽ ദരിദ്രരായവർ, പിന്നെ ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളാണ് യഥാർത്ഥ നീതി വെളിപ്പെടുത്തുന്നത്. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ വചനഭാഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 4 വിധ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 4 വിധ ആറ്റിറ്റ്യൂഡ്സ്. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ വചനഭാഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 4 വിധ ആറ്റിറ്റ്യൂഡ്സ്. 1, 5-3 വാക്യത്തിൽ നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം, അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് അവേഴ്സെൽസ്. 2, 5-4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ പാപങ്ങൾ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം, നമ്മുടെ പാപങ്ങൾ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം. 3, കർത്താവിനോടുള്ള നമ്മുടെ മനോഭാവം, കർത്താവിനോടുള്ള നമ്മുടെ മനോഭാവം. 5:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, 5:10 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം, അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ദ വേൾഡ്, ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം. ഇതോടെ ആവർത്തിക്കുകയാണ്. നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം, നമ്മുടെ പാപങ്ങൾ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം, കർത്താവിനോടുള്ള നമ്മുടെ മനോഭാവം, ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം. 5:3 our attitude towards ourselves. 5:4-6 our attitude towards our sin. 5:7-10 our attitude toward the Lord. 5:10-16 our attitude toward the world. ഈ 4 നിലയിൽ നമ്മിൽ യഥാർത്ഥ നീതി വെളിപ്പെടുത്തുന്ന സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്
ഓരോന്നായിട്ട് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് പെട്ടെന്ന് ശോധന ചെയ്തു പോവാം. നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം 5-ന്റെ 3-ാം വാക്യത്തിൽ അതാണ് വെളിപ്പെടുത്തുന്നത്. 5-ന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം അവിടെ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതിന്റെ താഴെ കൺഫർ എന്ന് പറഞ്ഞ് 6:20 കൊടുത്തിട്ടുണ്ട്, ലൂക്കോസ് 6:20. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ലൂക്കോസ് 6:20 അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി അത് കുറച്ചൊന്ന് അതിന്റെ പശ്ചാത്തലബന്ധിയായിട്ട് ചിന്തിക്കണം. പരീശന്മാർ, ശാസ്ത്രിമാർ തുടങ്ങി മത മേലധികാരികൾ, റിലീജിയസ് എലൈറ്റ്, തങ്ങൾ ന്യായപ്രമാണം അനുശാസിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നവരാകുന്നു. ആകയാൽ തങ്ങൾ ആത്മീകമായി സമ്പന്നന്മാരും തന്നിമിത്തം ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ യോഗ്യന്മാരുമാകുന്നു എന്ന് പ്രശംസിച്ചിരുന്നു. ശ്രദ്ധിക്കണം ആ പദം, യോഗ്യൻ. തങ്ങൾ യോഗ്യന്മാരാകുന്നു. പിന്നെ നമ്മൾ ആരും യോഗ്യതയല്ല, നമ്മുടെ യോഗ്യത കർത്താവിന്റെ കൃപയാണ്. എന്നാൽ പരീശന്മാർ, ശാസ്ത്രിമാർ തുടങ്ങിയ മതമേലധികാരികൾ, ഇന്നുമുണ്ട് പരീക്ഷ മനോഭാവമുള്ള ആൾക്കാർ, തങ്ങൾ ഭയങ്കര നീതിമാന്മാരാണെന്ന് പുകഴ്ചയോടുകൂടി നടക്കുന്ന ആൾക്കാർ. അവർ ചിന്തിക്കുന്നത് തങ്ങൾ ആത്മീകമായി സമ്പന്നന്മാരാണ്. അതുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കുവാൻ ഞങ്ങൾ യോഗ്യരാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ ചുങ്കക്കാരോടും പാപികളോടും കൂടെ, അല്ലെങ്കിൽ പാപികളെന്ന് കുത്തപ്പെട്ടിരുന്ന ദരിദ്രന്മാരോടുകൂടെ, കുത്തപ്പെട്ടിരുന്ന ദരിദ്രന്മാരോടുകൂടെയും ചുങ്കക്കാരോടുകൂടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പിറുപിറുക്കുകയും കുറ്റം ചുമത്തുകയും ചെയ്യുന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും കർത്താവ് പറയുന്ന ഒരു വചനഭാഗം. അവർ കർത്താവിനെ നോക്കുമ്പോൾ ഞങ്ങൾ ഇവനെ ഒരു റബ്ബിയായിട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ അവൻ എവിടെയായിരിക്കുന്നത്? ആത്മീകൻ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. ആത്മീകൻ എന്നുള്ള ഇവിടെ നീതിമാന്മാരുടെ കൂട്ടത്തിലാണ് നടക്കേണ്ടത്. ഇവിടെ എന്താ അവൻ ഇരിക്കുന്ന ആരുടെ കൂടെയാ? ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ. അങ്ങനെ അവർ പിറുപിറുക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി ലൂക്കോസ് 5:31, 32 വാക്യങ്ങൾ വായിച്ചാട്ടെ. ലൂക്കോസ് 5:31, 32. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിക്കുവാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. പരീശന്മാരും ശാസ്ത്രിമാരും തുടങ്ങിയവർ അവര് നീതിമാന്മാരായിരുന്നു എന്നല്ല കർത്താവ് പറയുന്നത്. എന്നാൽ തങ്ങൾ പാപികളാകുന്നുവെന്ന് തിരിച്ചറിയാത്ത അഥവാ അംഗീകരിക്കാത്ത, പാപികളാണെന്ന് തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ കുറെ കൂടെ നന്നായിട്ട് പറഞ്ഞാൽ തങ്ങൾ പാപികളാണെന്ന് അംഗീകരിക്കാത്ത കൊടിയ പാപികളായിരുന്നു അവർ. സ്നാപകനായ യോഹന്നാൻ അവരെ വിളിക്കുന്നത് സർപ്പസന്തതികളെ, യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്നാ വിളിക്കുന്നത്, അണലിക്കുഞ്ഞുങ്ങളെ എന്നാ വിളിക്കുന്നത്. അവർ സർപ്പസന്തതികളായിരുന്നു. തങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകേണ്ടതുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല അഥവാ അംഗീകരിച്ചിരുന്നില്ല. അവരുടെ അകമേ സകല അതിക്രമവും കവർച്ചയും നിറഞ്ഞിരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. മനുഷ്യന്മാര് മാരകമായ ക്യാൻസർ അകത്തുണ്ടായിരുന്നിട്ടും അതറിയാത്ത ചില രോഗികളെ പോലെ തങ്ങൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലായിരുന്നു അവർ. തങ്ങൾ ദീനക്കാരല്ല, തങ്ങൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, തങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഇതായിരുന്നു അവരുടെ മനോഭാവം. അവരാണ് ആത്മീകമായി സമ്പന്നന്മാരാകുന്നുവെന്ന് വിചാരിച്ച് ചീർത്തിരുന്നവരാണവർ. കർത്താവ് പറയുന്നത് എന്തുവാ? ദീനക്കാരാണ് എന്ന മനോഭാവത്തോടെ വൈദ്യന്റെ അടുക്കിലേക്ക് വരുന്ന ദീനക്കാരൻ വൈദ്യന്റെ അടുക്കിലേക്ക് വരുന്ന മനോഭാവത്തോടെ തങ്ങൾക്ക് ആ നീതീകരണം ആവശ്യമാണെന്നുള്ള ഒരു വാഞ്ചയോടെ കടന്നു വരുന്ന
പാപികളെന്ന് സമ്മതിക്കുന്നവർ, ആത്മീകമായി തങ്ങൾ ഏതുമില്ല, ദരിദ്രന്മാരായിരിക്കുന്നുവെന്ന മനോഭാവത്തിലുള്ളവർ, അങ്ങനെയുള്ളവരെയാണ് ഞാൻ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നതെന്ന് കർത്താവ് പറയുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മളൊരു നിക്കോദിമോസിനെ കാണുന്നുണ്ട്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായിരുന്ന നിക്കോദിമോസ് എന്ന പേരുള്ള മനുഷ്യൻ. അതിനെപ്പറ്റി പറയുന്ന പ്രമാണി എന്ന് പറയുന്നതാണ് അവൻ സന്നദ്ധ സംഘാംഗമായിരുന്നു. അവരുടെ ന്യായാധിപ സഭയിലെ ഒരു പ്രധാനിയായിരുന്നു. അവൻ അവരുടെ ഒരു റബ്ബി ആയിരുന്നു എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അവൻ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു അവനോട് പറയുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദിമോസ് എന്താണ് ചിന്തിച്ചിരുന്നത്? താൻ എല്ലാ കർമാചാരങ്ങളും ചെയ്ത് താൻ ഏതാണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനായിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ വരുമ്പോൾ വന്നിട്ട് യേശുവിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് നിക്കോദിമോസ്. റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു, ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാൻ ആർക്കും സാധിക്കില്ലെന്ന് ഞാൻ അറിയുന്നുവോ? കർത്താവിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പൊ കർത്താവ് നിക്കോദിമോസിന്റെ വാക്കുകൾക്കൊന്നും ഒരു വില കൊടുക്കുകയല്ല, നിക്കോദിമോസിന്റെ ഹൃദയത്തിലെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക. അവനോട് പറയുകയാണ്, ഈ നീതിപ്രവർത്തി ചെയ്യുന്നവരുടെ എപ്പോഴും പ്രശ്നം എന്താന്ന് വെച്ചാൽ, തങ്ങൾ ചെയ്ത നീതിപ്രവർത്തികൾ തങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അല്ലെ തങ്ങളെ രക്ഷിക്കുവാൻ പര്യാപ്തമായോ എന്നുള്ളൊരു ശങ്ക അവരെ എപ്പോഴും ഭരിക്കും. അവരാശ്രയിക്കുന്നത് തങ്ങളുടെ നീതിപ്രവർത്തികളിലാണ്. ഇത് മതിയായ എണ്ണമായോ എന്നുള്ളൊരു ശങ്ക അവരെ ഭരിക്കും. നിക്കോദിമോസിലും അതുണ്ടായിരുന്നു. കർത്താവ് അവനോട് പറയുകയാണ്, പുതുതായി ജനിക്കണം. നിക്കോദിമോസിനെ നടുക്കിക്കളഞ്ഞൊരു പ്രസ്താവനയായിരുന്നത്. നിക്കോദിമോസ് ഒരു പരീക്ഷനായിരുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവനായിരുന്നു, നീതിപ്രവർത്തികൾ എല്ലാം കൃത്യമായി ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശു അവനോട് പറയുന്നത് എന്താണ്? നിന്റെ നീതിപ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ നിനക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല, നീ പുതുതായി ജനിക്കണം. വളരെ സ്പഷ്ടമായി പറയുകയാണ്. നീതിപ്രവർത്തികളുടെ പ്രത്യേകത, നീതിപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് സ്വയപ്രശംസയാണ് ഇഷ്ടം. ഞാൻ അർഹനായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ദൈവരാജ്യത്തിൽ കടക്കാം എന്ന മനോഭാവമാണ്. എന്നാൽ മനുഷ്യന്റെ നീതിപ്രവർത്തികളൊക്കെ ദൈവം മുൻപാകെ കറ പിരണ്ട തുണി പോലെ മാത്രമേ ഉള്ളെന്ന് ദൈവമായ യഹോവ യെശയ്യാ പ്രവാചകനിലൂടെ വളരെ സ്പഷ്ടമായി അരുളി ചെയ്തിട്ടുണ്ട്. യെശയ്യാ 64:6 യെശയ്യാ 64:6 ഞങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെ കറ പുരണ്ട തുണി പോലെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ പ്രയോഗം ഏതർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ ഞാനിപ്പോൾ വായിപ്പിക്കുന്നില്ല, നിങ്ങൾ അവിടെ ഒന്ന് കുറിച്ചു വെക്കുക. എസ്കേൽ 36:17 എസ്കേൽ 36:17 ലേവ്യ പുസ്തകം 15:19 മുതൽ 24 ലേവ്യ 15:19 മുതൽ 24 ഈ രണ്ട് വചനഭാഗം വായിച്ചിട്ട് പിന്നീട് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകും എന്ത് കറ പിരണ്ട തുണിയാണെന്ന്. അപ്പോൾ അത്രമാത്രം മലിനമായിരിക്കുന്ന, അറപ്പുളവാക്കുന്ന കറ പിരണ്ട തുണി പോലെ മാത്രമേ മനുഷ്യന്റെ നീതിപ്രവർത്തികൾ ദൈവം മുൻപാകെ വെളിപ്പെടുന്നുള്ളൂ. തങ്ങളുടെ നീതിപ്രവർത്തികളാൽ, തങ്ങളുടെ കർമാചാരങ്ങളാൽ തങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്ന് കരുതുന്ന ജനത്തിന്റെ പ്രതിനിധിയായി യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അയ്യോ ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെയാകുന്നു. അയ്യോ ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെയാകുന്നു. ഇത് കേൾക്കുന്നുണ്ട് ഈ വചനഭാഗം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നീതിപ്രവർത്തികൾ പാടെ ദൈവത്തിന് വെറുപ്പാണ്, അതുകൊണ്ട് യാതൊരു നീതിപ്രവൃത്തിയും ചെയ്യേണ്ടതില്ല എന്ന് പ്രവാചകൻ പറയുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ അത് വ്യക്തമാകും. 64:5 വാക്യം, യെശയ്യാ 64:5 സന്തോഷിച്ചു പ്രവർത്തിക്കുന്നവരെ നീ എഴുന്നേൽക്കുന്നു, അവർ നിന്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു.
നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിലാവപ്പെട്ടു, ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു, ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? നിങ്ങളത് ഇംഗ്ലീഷ് വായിക്കാൻ ഇവിടെയുള്ള എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നവരാണ്. ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിച്ചാൽ അതിന്റെ ആ ഓർഡർ ഇച്ചിരി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഇംഗ്ലീഷിലൂടെ വായിച്ചത് മലയാളം ട്രാൻസ്ലേഷനിലൂടെ പറഞ്ഞു. യു കം ടു ദ ഹെൽപ്പ് ഓഫ് ദോസ് ഹു ഗ്ലാഡ്ലി ഡു റൈറ്റ്, ഹു റിമെമ്പർ യുവർ വേസ്. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരുടെ സഹായത്തിനായി ദൈവം വരുന്നു. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരുടെ സഹായത്തിനായി ദൈവം വരുന്നു. അവർ ദൈവത്തിന്റെ വഴികളെ ഓർക്കുന്നവരാണ്. ഇതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. അവർ ദൈവത്തിന്റെ വഴികളെ ഓർക്കുന്നവരായതുകൊണ്ട്, ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നവരായതുകൊണ്ട് സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരുടെ നീതി പ്രവർത്തികളെ ദൈവത്തിന് ഇഷ്ടമാണ്. എന്നാൽ 6-ാം വാക്യത്തിൽ പറയുന്നത് മനസ്സിലാക്കുവാൻ, കറ പുരണ്ട തുണി പോലെ ദൈവത്തിന് അറപ്പാകുന്ന പ്രവൃത്തികൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ 5-ാം വാക്യത്തിൽ തുറന്നു പറയുന്നത് ഒന്ന് വായിച്ചാൽ മതി. അതിങ്ങനെയാണ്: നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു, ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു, ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഇംഗ്ലീഷിൽ വായിക്കാം. But when we continued to sin against them, you were angry. How then can we be saved? When we continued to sin against them, you were angry. How then can we be saved? സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരുടെ സഹായത്തിനായി ദൈവം വരുന്നു. അവർ ദൈവത്തിന്റെ വഴികളെ ഓർക്കുന്നവരാണ്. എന്നാൽ നിന്റെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്നാൽ നിന്റെ വഴികൾക്ക് വിപരീതമായി ഞങ്ങൾ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ കോപിച്ചു. നിന്റെ വഴികൾക്ക് വിപരീതമായി ഞങ്ങൾ പാപം ചെയ്തപ്പോൾ, when we continued to sin against them, you were angry. നിന്റെ വഴികൾക്ക് വിപരീതമായി ഞങ്ങൾ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ കോപിച്ചു. But when we continued to sin against them, you were angry. But when we continued to sin against your ways, you were angry. നീ കോപിച്ചു, കാരണം ഞങ്ങൾ നിന്റെ വഴികളിൽ നടക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും തിരുമുൻപാകെ അശുദ്ധനെ പോലെ ആയി തീർന്നിരിക്കുന്നു. നിന്റെ വഴികളിൽ നടക്കാതെ, നിന്റെ വഴികൾക്ക് വിപരീതമായി ഞങ്ങൾ പാപം ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ശുദ്ധിയില്ലാത്ത ജനം ആകെ കൊണ്ട് ദൈവമേ, ഞങ്ങളുടെ നീതി പ്രവർത്തികൾ, ഞങ്ങളുടെ കർമാചാരങ്ങൾ, ദൈവത്തിന്റെ വഴികളിൽ നടക്കാത്തവന്റെ കർമ്മങ്ങൾ ദൈവ മുൻപാകെ കർമാചാരങ്ങൾ കറപുരണ്ട തുണി പോലെ ആയിരിക്കുന്നു. അപ്പോൾ നീതി പ്രവർത്തികൾക്കല്ല കുഴപ്പം, അത് പ്രവർത്തിക്കുന്നവർക്കാണ് കുഴപ്പം. അവിടെ പറഞ്ഞ എന്താണ്? ഞങ്ങൾ അശുദ്ധരാക കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തികൾ അങ്ങേക്ക് അറപ്പുളവാക്കുന്നു. ഞങ്ങൾ അശുദ്ധരാക കൊണ്ട്, ഞങ്ങൾ നിന്റെ വഴികളിൽ നടക്കാത്തവരാക കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തികൾ അങ്ങേക്ക് അറപ്പുളവാക്കുന്നു. പരീക്ഷന്മാരുടെ പ്രശ്നം ഇത് തന്നെയായിരുന്നു. അവരുടെ ഉള്ളങ്ങളിൽ കവർച്ച അതിക്രമം നിറഞ്ഞിരുന്നു. അവർ പുറമെ വെടിപ്പുള്ള കിണ്ടുകിണ്ണങ്ങൾ എന്ന പോലെ ആയിരുന്നു. എന്നാൽ അവരുടെ ഉള്ളങ്ങൾ, അവർ പുറമെ കിണ്ടുകിണ്ണങ്ങൾ, നല്ല വിളങ്ങുന്ന കിണ്ടുകിണ്ണങ്ങൾ, വെടിപ്പുള്ള കിണ്ടുകിണ്ണങ്ങൾ, എന്നാൽ അവരുടെ ഉള്ളങ്ങൾ കവർച്ച അതിക്രമവും നിറഞ്ഞിരുന്നു. ഹൃദയങ്ങളെ, അന്തരേന്ദ്രിയങ്ങളെ നോക്കുന്ന കർത്താവ് അതറിഞ്ഞു. തങ്ങൾ ആത്മാവിൽ സമ്പന്നരായിരിക്കുന്നു, തങ്ങൾ നീതിമാന്മാരായിരിക്കുന്നു എന്ന് കരുതുന്നവർ, അങ്ങനെയുള്ള മനോഭാവം വെച്ചു പുലർത്തുന്നവർ തിരിച്ചറിയാതെ പോകുന്നത് അതാണ്. തങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെയും ദൈവം മുൻപാകെ കറ പുരണ്ട തുണി പോലെ മാത്രമേ ഉള്ളൂ എന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നു. എന്നാൽ തങ്ങൾ പാപികളായിരിക്കുന്നുവെന്ന് സമ്മതിക്കുന്നവർ, തങ്ങൾ ആത്മാവിൽ ദരിദ്രന്മാരായിരിക്കുന്നുവെന്ന് കരുതുന്നവർ, അവർക്ക് നല്ല വൈദ്യനായ ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമുണ്ട്. നല്ല വൈദ്യനായ ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 1 തിമോത്തി 1:15 ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പൗലോസാ പറയുന്നത്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പൗലോസ് പറയുന്നത് താൻ ഇപ്പോഴും പാപിയായിരിക്കുന്നു എന്നല്ല. അങ്ങനെ ചിലർ തെറ്റിദ്ധരിക്കാനിടയുണ്ട്.
ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ വചനം വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ വചനം വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇപ്പോൾ ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എങ്കിൽ അതിന്റെ കാരണം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മാത്രമാണ്. ഇപ്പോൾ ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് കാരണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ്. ഞാൻ അനുഷ്ഠിച്ചു വന്ന ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളല്ല. ഇതാണ് പൗലോസ് പറയുന്നത്. ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്. സൽപ്രവർത്തികൾ ചെയ്ത് ആത്മാവിൽ സമ്പന്നനായിരിക്കുന്നു എന്ന തെറ്റായി പ്രശംസിക്കുന്നില്ല. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പ്രശംസിക്കുന്നത് ക്രിസ്തുവിലാണ് എന്റെ പ്രശംസ. പൗലോസ് ചീർത്തിരിക്കുന്നില്ല. പൗലോസ് പറയുന്നത്, ഞാൻ ദരിദ്രനാണ്, ആത്മാവിൽ ദരിദ്രനാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. പിന്നെ ക്രിസ്തുയേശുവിലുള്ള ആ വിശ്വാസം മൂലം ഞാൻ ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുതെന്ന് പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. തങ്ങൾ നീതിമാന്മാരാകുന്നു, തങ്ങൾ സൗഖ്യമുള്ളവരാകുന്നു, തങ്ങൾ ആത്മാവിൽ സമ്പന്നരാകുന്നു എന്ന് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുന്ന ശാസ്ത്രിമാരും പരീക്ഷന്മാരും സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ലെന്ന് മാത്രമല്ല, കടക്കുവാൻ സാധ്യതയുള്ളവരെ കടക്കുവാൻ സമ്മതിക്കുന്നതുമില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. മത്തായി 23:13 പറയുന്ന, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. നീതിമാനാകുന്നു എന്ന മനോഭാവം, ആത്മീകമായി സമ്പന്നനാകുന്നു എന്ന മനോഭാവം. ലവോദിക്കയിലെ സഭയെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ലവോദിക്ക സഭയുടെ പ്രത്യേകത എന്തുവായിരുന്നു? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ലവോദിക്ക സഭയുടെ ഒരു കുറവല്ലാതെ കുറവേ ഉള്ളായിരുന്നു ആ സഭയിൽ. ആ സഭയുടെ പ്രധാന കുറവായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 3:17, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതെ ഇരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന്. നോക്കുക, ദൈവം നോക്കുമ്പോൾ ലവോദിക്ക സഭയെ നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, നഗ്നനാണ്, കുരുടനാണ്. പക്ഷെ നിന്റെ മനോഭാവം എന്താണ്? ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. തികഞ്ഞവരായി എന്നുള്ള, നീതിമാന്മാരായി ഞങ്ങളെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള മനോഭാവം. തെറ്റാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 3:12 പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞനായി എന്നോ അല്ല. പൗലോസ് പറയുകയാ, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുകയുള്ളൂ. ലക്ഷ്യത്തിലേക്ക് ആഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്, തികഞ്ഞവനായി എന്ന മനോഭാവം. ഇന്ന് വിശ്വാസികൾക്ക് പലർക്കും ഉണ്ടായിരിക്കുന്നത് ആ ഒരു മനോഭാവമാണ്. അവരിപ്പം തങ്ങളുടെ കുറവുകളെ കാണാതെ തങ്ങൾ തികഞ്ഞവർ, മറ്റുള്ളവരെല്ലാം കുറവുള്ളവരെന്നുള്ള രീതിയിൽ കാണുന്ന ആ മനോഭാവം. ദൈവരാജ്യം അവകാശമാക്കുവാൻ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം അവർക്കുള്ളത്. ദൈവരാജ്യം അവകാശമാക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. ഞാനായിരിക്കുന്നത് ദൈവകൃപയാൽ അത്രയെന്ന മനോഭാവം ഉണ്ടായിരിക്കണം. ആ ചുങ്കക്കാരന്റെ പരീക്ഷന്റെ പ്രാർത്ഥന ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പരീക്ഷന്റെ മനോഭാവം വിവരിക്കുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. പരീക്ഷൻ പറയുന്നത്, ദൈവമേ പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യനെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നാ പറയുന്നത്. പക്ഷെ അവൻ തന്നെത്താൻ വാഴ്ത്തുകയാണ്. എന്നിട്ട് പറയാ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. പരീക്ഷന്റെ മനോഭാവം, തന്റെ നീതി പ്രവൃത്തികളാൽ താൻ യോഗ്യത നേടിയിരിക്കുന്നു, താൻ അർഹനായിരിക്കുന്നു എന്നുള്ള ആ മനോഭാവം.
നാം സ്വയം ശോധന ചെയ്യണം. ആ ചുങ്കക്കാരൻ പരീക്ഷനും നാം ഇതിൽ ആരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ശോധന ചെയ്യണം. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, യഹൂദ സമൂഹം വെറുത്തിരുന്ന ഒരു ചുങ്കക്കാരൻ, അവൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുപോകാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അവൻ പറയുകയാണ്, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, ഞാൻ ദരിദ്രനാണ്, എനിക്കൊരു യോഗ്യതയുമില്ല, ഞാൻ പാപിയാണ്, എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവ് പറയുന്നത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ചുങ്കക്കാരൻ, ആ ചുങ്കക്കാരനാണ് ആത്മാവിൽ ദരിദ്രനായിരിക്കുന്നവൻ. അവൻ ദൈവികമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവനാണ്. അവനാണ് യഥാർത്ഥ മക്കാറിയോസ്. അവനാണ് യഥാർത്ഥ ബ്ലസ്സഡ്, ഭാഗ്യവാൻ. നമ്മുടെ മനോഭാവം ആ ചുങ്കക്കാരൻ്റെതിന് സമാനമായിരിക്കണം. എങ്കിൽ നാം യഥാർത്ഥ മക്കാറിയോസ് അഥവാ ഭാഗ്യവാന്മാരായിരിക്കും. നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം. അടുത്തത് നമുക്ക് പഠിക്കുവാനുള്ളത് നമ്മുടെ പാപങ്ങൾ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം. അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് അവർ സിൻസ്. നമ്മുടെ പാപങ്ങൾ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം. 5:4-6 വരെയുള്ള വാക്യങ്ങളിൽ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാകും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്? എന്ത് ദുഃഖത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്? ഇത്തവണത്തെ കൃഷി ഭയങ്കര നഷ്ടമായി പോയി. ഒരു മുഞ്ഞ വീണ് എല്ലാ കൃഷിയും നശിച്ചു. ആ ദുഃഖമാണോ? അതോ ജോലിക്ക് പ്രൊമോഷൻ പ്രതീക്ഷിച്ചിരുന്നു, പ്രൊമോഷൻ കിട്ടിയില്ല, അത് നഷ്ടപ്പെട്ടു, ആ ദുഃഖത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയുന്നു. എന്ത് ദുഃഖത്തെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ മോഹങ്ങൾ, ആശ, ഇച്ഛ, ഇവയൊക്കെ സഫലമാകാതെ വരുമ്പോഴുണ്ടാകുന്ന ദുഃഖത്തെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. നമുക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദുഃഖമോ, അയലത്തുകാരന്റെ വീട്ടിൽ ഇപ്പോൾ മേടിച്ച ഫ്രിഡ്ജിന്റെ അത്രയും വലിപ്പമുള്ള ഫ്രിഡ്ജ് നമുക്ക് മേടിക്കാൻ സാധിക്കാത്തത് കൊണ്ടുള്ള ദുഃഖമോ അല്ല. ആൾക്കാരന്റെ വീട്ടിലുള്ള അത്രയും വലിയ കാർ മേടിക്കാൻ നമുക്ക് വാങ്ങാൻ സാധിക്കാതെ പോയത് കൊണ്ടുള്ള ദുഃഖമല്ല. കർത്താവ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് സ്വന്തം പാപങ്ങൾ കണ്ട് ദുഃഖിക്കുന്നവരെ കുറിച്ചാണ്. ഒരു ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ആരംഭിക്കുമ്പോൾ അവൻ സ്വന്തം പാപങ്ങൾ കണ്ട് ദുഃഖിക്കുന്നു, അനുദപിക്കും. അങ്ങനെ സ്വന്തം പാപങ്ങളെ കുറിച്ച് ദുഃഖിക്കുകയും അനുദപിക്കുകയും ചെയ്യുന്നവൻ പിന്നെ തന്റെ രക്ഷയ്ക്കായി മാനസാന്തരപ്പെടുവാനിടയാകും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. പെന്തൗന്തേസ് എന്നുള്ള വാക്കാണ് ദുഃഖിക്കുന്നവർ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത്. പെന്തൗന്തേസ് എന്ന ഗ്രീക്ക് പദമാണ് ദുഃഖിക്കുന്നവർ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത്. പെന്തിയോ എന്നാൽ ഗ്രീവ് ഓവർ എ ഡെത്ത്, മോൺ ഓവർ എ ഡെത്ത് എന്ന് പറയുന്നൊരു മരണത്തിലുണ്ടാകുന്ന വിലാപം എന്നാണ്. ആ വിലാപത്തെയാണ് പെന്തോന്തേസ് എന്നുള്ള വാക്കുകൊണ്ട്, പെന്തിയോ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിലുള്ള അതികഠിനമായ ദുഃഖം പോലെയുള്ള ഒരു മനോനിലയാണ് മത്തായി 5:4 നിങ്ങൾ വെളിപ്പാട് പുസ്തകം 18:16 19 ദുഃഖിക്കുന്നവരെ പറ്റി പറയുന്നുണ്ട്. അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദവാ പെന്തോന്തേസ്. അതികഠിനമായ ദുഃഖം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ഉണ്ടാകുന്ന ദുഃഖം പോലെയുള്ള ദുഃഖം. സ്വന്തം പാപങ്ങൾ കണ്ട് ദുഃഖിക്കുന്നവന് മാത്രമേ ആശ്വാസം ലഭിക്കൂ എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവം, അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് അവർ സിൻ എന്നാണല്ലോ ഈ ടൈറ്റിൽ കൊടുത്തത്.
പാപത്തെക്കുറിച്ചുള്ള ദുഃഖം അനുതാപത്തിലേക്കും തുടർന്ന് മാനസാന്തരത്തിലേക്കും നയിക്കുന്നതാണ്. നാം നിത്യജീവൻ അവകാശികളായിരിക്കുന്നുവോ, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അറിയാൻ നമ്മൾ ലോകത്ത് വേറെ ആരോടും ചോദിക്കണ്ട. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നാം ദുഃഖിക്കുന്നു, വേദന ഉണ്ടാകുന്നുണ്ടോ? അതോ പാപങ്ങളിൽ അത് തുടരുവാനുള്ള ഒരു പ്രവണതയാണോ നമുക്കുള്ളത്? പാപം ഒന്നും ചെയ്തു പോകില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഹൃദയതലത്തിലെങ്കിലും പാപങ്ങൾ മനുഷ്യന് സംഭവിക്കാം. എന്നാൽ ആ പാപത്തിൽ തുടരാതെ പാപത്തെക്കുറിച്ച് അനുതപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുക. ഞാൻ ഈ ഒരു പാപം കൂടെ ചെയ്തിട്ട് അങ്ങ് അനുതപിക്കാവുന്നല്ല. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും കരുതി എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ ലോക മനുഷ്യരും ദൈവജനവും തമ്മിലുള്ള വ്യത്യാസം, ലോക മനുഷ്യർ പാപം ചെയ്യുന്നതിൽ പ്രമോദിക്കുന്നവരാണ്, അധികം പാപം ചെയ്യുവാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. അവർക്കൊരിക്കലും ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുകയില്ല. കൊരിന്ത്യ സഭയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുമ്പോൾ, കൊരിന്ത്യ സഭയിൽ കൂടി വരുന്നവരുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവരോട് നിങ്ങൾ ചീർത്തിരിക്കുന്നു, 1 കൊരിന്ത്യർ 5:1-2 വാക്യങ്ങളിലാണ് കാണുന്നത്. നിങ്ങൾ ചീർത്തിരിക്കുന്നു, ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ദുഷ്കർമ്മം ചെയ്തവനെ, എന്ത് ദുഷ്കർമ്മം എന്നൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല എന്ന് പൗലോസ് കുറ്റം ചുമത്തുന്നുണ്ട്. താൻ മുൻപ് അവർക്ക് അവരെ തർജ്ജനം ചെയ്ത് എഴുതി അയച്ച ലേഖനം വായിച്ച് കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികൾ ദുഃഖിച്ചതായി അറിഞ്ഞ് തന്റെ 2-ാം ലേഖനത്തിൽ 2 കൊരിന്ത്യർ 7:9 പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ആരെങ്കിലും എടുത്തെങ്കിൽ ആ വചനഭാവം ഒന്ന് വായിക്കാം. നിങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് വായിക്കാം. ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ഛേദം വരാത്തവണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. നോക്കുക, ഒരു വരെയും കൂടെ അല്ലേ വായിച്ചോ. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. നോക്കുക, ലോകത്തിന്റെ ദുഃഖത്തെ കുറിച്ചല്ല ദൈവം ഇവിടെ പരാമർശിക്കുന്നത്. ആശ്വാസം ലഭിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത്, ഞാൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒരു പഠനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത് നോട്ട് ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. അതിൽ പരാമർശിക്കുന്നുണ്ട്. പൗലോസിന്റെ 4 ലേഖനങ്ങൾ പൗലോസ് എഴുതിയതായിട്ട് നമുക്ക് തെളിവുകളുണ്ട്. ആ ലേഖനങ്ങളിൽ തന്നെ പരാമർശമുണ്ട്. അതിലെ 2-ാമത്തെയും 4-ാമത്തെയും ലേഖനങ്ങളാണ് നമുക്കിപ്പോ 1-ാമത്തെയും 2-ാമത്തെയും ലേഖനം എന്നും പറഞ്ഞ് കാനോന്റെ ഭാഗമായി വന്നിരിക്കുന്നത്. ഇന്ന് 2-ാമത്തെ ലേഖനം എന്ന് പറയുന്നത് 4-ാം ലേഖനമാണ്. 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, തീത്തോസിന്റെ കൈവശം താൻ ഒരു ലേഖനം എഴുതി അവർക്ക് എഴുതി അയച്ചു. ആ ലേഖനത്തിൽ വളരെ അവരെ ശാസിച്ചുകൊണ്ട് അവരുടെ തെറ്റുകൾ കണ്ട് അവരെ വളരെ കർക്കശമായ ഭാഷയിൽ അവരോട് സംസാരിച്ചുകൊണ്ട് എഴുതിയ ഒരു ലേഖനമായിരുന്നു അത്. ആ ലേഖനം എഴുതി അയച്ചു കഴിഞ്ഞ ശേഷം പൗലോസിന് തന്നെ ഒരു ശങ്ക ഉണ്ടായി. അത്രമാത്രം വേണമായിരുന്നു. എന്നിട്ട് പൗലോസ് തീത്തോസിന്റെ പുറകിന് പോകുന്നുണ്ട്. അപ്പൊ തീത്തോസ് മടങ്ങി വരുമ്പോൾ വഴിമധ്യേ പൗലോസിനെ കാണുകയാണ്. കാണുന്ന ഉടനെ തീത്തോസ് അവരുടെ ആ റിയാക്ഷൻ, പൗലോസ് അവരെ ശാസിച്ചുകൊണ്ട് എഴുതിയ, അവരുടെ തെറ്റുകളെ കണ്ട് അവരെ ശാസിച്ചുകൊണ്ട് എഴുതിയ ആ ലേഖനം വായിച്ചിട്ട് അവർക്കുണ്ടായ റിയാക്ഷൻ പൗലോസിനോട് പറഞ്ഞു. അപ്പൊ പൗലോസിന് വലിയ സന്തോഷമുണ്ടായി. അവര് ദുഃഖിച്ചുവെങ്കിൽ അതെന്തിനാണ്? മാനസാന്തരത്തിനായി അവർ ദുഃഖിച്ചു. അതുകൊണ്ടാണ് പൗലോസ് സന്തോഷിച്ചത്. അവരുടെ ദുഃഖം ദൈവഹിത പ്രകാരമുള്ള ദുഃഖമായിരുന്നു. ആ ദുഃഖം അവരുടെ രക്ഷയ്ക്കായി, അവരുടെ മാനസാന്തരത്തിന് കാരണമായതുകൊണ്ടാണ് താൻ സന്തോഷിച്ചത്. 1-ാം ലേഖനം 5:1-2 വാക്യങ്ങളിൽ നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ദുഷ്കർമ്മം ചെയ്തവനെ അവരുടെ ഇടയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക, എന്നിട്ട് അവർ ചേർത്തിരിക്കുക, ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്നുള്ള മനോഭാവത്തിൽ ഇരിക്കുക. പൗലോസ് അവരെ ശാസിച്ചുകൊണ്ട് അന്ന് പറയുകയാണ്, നിങ്ങൾ ദുഃഖിച്ചില്ല, ആ കൊള്ളിക്കരുതാത്തവനെ നിങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് നിങ്ങളങ്ങ് കൊള്ളാമെന്ന് പറഞ്ഞങ്ങ് ഇരിക്കുക.
എന്നാൽ ഇവിടെ 2-ാം ലേഖനത്തിൽ പൗലോസ് കാണുന്നത് തീത്തോസിന്റെ പക്കൽ എഴുതി കൊടുത്തയച്ച ലേഖനത്തിൽ അവരെ ശാസിച്ചുകൊണ്ട് എഴുതിയ കാര്യങ്ങളെല്ലാം വായിച്ചിട്ട് അവരുടെ തെറ്റുകളെ കുറിച്ച് അനുതപിച്ച് അവർ ദുഃഖിച്ചു. ഇപ്പോൾ അവർ ദുഃഖിച്ചു. ആ ദുഃഖം മാനസാന്തരത്തിനായി ദൈവഹിതപ്രകാരമുള്ള ദുഃഖമായിരുന്നു. നമ്മളൊരു പരീക്ഷന്റെ ചുങ്കക്കാരനെ പ്രാർത്ഥനയില്ല, ചുങ്കക്കാരൻ അങ്ങനെ ദുഃഖിക്കുന്നത്. ചുങ്കക്കാരൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. തന്റെ പാപ അവസ്ഥയോർത്ത് ദുഃഖിച്ച, വിലപിച്ച, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിച്ച ആ ചുങ്കക്കാരന് ആശ്വാസം ലഭിച്ചു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ പാപങ്ങളെ കുറിച്ചുള്ള മനോഭാവം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ പാപങ്ങളെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അവിടെ പിന്നീട് വരുന്നുണ്ട്. ഇനി 2-ാം ഭാഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. 5:5 സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രൗസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് സൗമ്യത. സൗമ്യതയ്ക്ക് അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് മീക്ക്നെസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മീക്ക്നെസ്. ദൈവവചനം പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ വചനത്തിൽ പ്രതിപാദിക്കുന്ന സൗമ്യത ബലഹീനതയല്ല. ഇങ്ങനെ പറയുന്നു, മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. ഇറ്റ് റെഫേഴ്സ് ടു പവർ അണ്ടർ കൺട്രോൾ. ഇറ്റ് റെഫേഴ്സ് ടു പവർ അണ്ടർ കൺട്രോൾ. സൗമ്യത എന്ന് പറയുന്നത് ബലഹീനതയല്ല, നിയന്ത്രണ വിധേയമായിരിക്കുന്ന ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സർവശക്തനായിരുന്നിട്ടും സൗമ്യതയുള്ളവനായി വെളിപ്പെട്ടു. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. കർത്താവ് സൗമ്യതയും താഴ്മയും ഉള്ളവനായിരുന്നു. കർത്താവിന്റെ നുകമേറ്റുകൊണ്ട് പഠിക്കുക. അവിടേക്കൊന്നും വിവരിക്കാൻ പോകുന്നില്ല. പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ നിഴലായി നാം കാണുന്നത് മോശയാണ്. മോശയെ പറ്റി സംഖ്യാപുസ്തകം 12:3 പറയുന്നുണ്ട്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പാപം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതല്ല സൗമ്യത. അത് കൂടെ മനസ്സിലാക്കണം. പാപം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതല്ല സൗമ്യത. സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഘോരഘോരം പോര് ചെയ്യുകയും സത്യത്തിനും നീതിക്കും വേണ്ടി ഒരു അക്ഷരം പോലും ഉരിയാടാതിരിക്കുകയും ചെയ്യുന്നതല്ല സൗമ്യത. യേശുവും മോശയും സൗമ്യതയുള്ളവരായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. കർത്താവിനുണ്ടാകുവാനുള്ള പീഡനങ്ങളുടെ നടുവിൽ താൻ എപ്രകാരമായിരിക്കും യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. 53:7 തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. നമ്മുടെ കർത്താവ് യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് സംഭവിച്ചത്. മഹാപുരോഹിതന്മാരും ന്യായ ദിവസവും ഒക്കെ യേശുവിനെ കൊല്ലേണ്ടതിന് യേശുവിന്റെ നേരെ കള്ളസാക്ഷികളെ അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ യേശുവിന് വിരോധമായി കള്ളസാക്ഷ്യം പറഞ്ഞപ്പോൾ, അന്യായമായി അവർ തന്നെ ഉപദ്രവിച്ചപ്പോൾ നമ്മുടെ കർത്താവായ യേശു മിണ്ടാതിരുന്നതായി മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 26:63 യേശുവോ മിണ്ടാതിരുന്നു. എന്നാൽ അതേ യേശു ദൈവാലയം വാണിഭശാലയാക്കിയത് കണ്ടപ്പോൾ, യോഹന്നാൻ 2:13-17 വരെയുള്ള വാക്യങ്ങളിലും യഹൂദന്മാർ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയത് കണ്ടപ്പോൾ, മത്തായിയുടെ സുവിശേഷം 21:12-13 വാക്യങ്ങൾ, യേശു എങ്ങനെയാ പ്രതികരിച്ചത്? സ്വാർത്ഥലാഭത്തിന് വേണ്ടി സഹോദരന്റെ നേരെ വാളെടുക്കുകയും അന്യായം കണ്ടിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നതല്ല സൗമ്യത എന്ന് കർത്താവ് തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തരികയാണ് ചെയ്തത്. മോശയും സമാനമായ രീതിയിലാണ് മോശയെ പറ്റി കാണുന്നത്.
സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ മോശ സകലരെക്കാളും സൗമ്യനായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിക്കണം. അവിടെ മോശയ്ക്ക് വിരോധമായിട്ട് യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞ് മിര്യാമും അഹരോനും സഹോദരങ്ങളാ. അവരിപ്പോ പറയാം ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മോശയ്ക്ക് വിരോധമായി അവരെതിര് വരുമ്പോഴേ ആ സംഭവം വിവരിക്കുമ്പോഴാണ് പറയുന്നത് മോശ എന്ന മനുഷ്യനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മോശ അവരോട് പ്രതികരിച്ചില്ല, ദൈവമാണ് അവിടെ പ്രതികരിച്ചത്. എന്നാൽ യഹോവയുടെ ന്യായപ്രമാണം എഴുതിയ പവിത്രമായ കൽപ്പലകകളുമായി സീനായി പർവ്വതത്തിൽ നിന്ന് മോശ ഇറങ്ങി വരുമ്പോൾ താഴ്വരയിൽ തങ്ങളുടെ പാളയത്തിൽ ഇസ്രായേൽ ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകണക്ക് പറിച്ചു കൊടുത്ത് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർ ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞ് അതിന്റെ മുമ്പാകെ യാഗമർപ്പിച്ച് പരസംഗം ചെയ്ത് യഹോവയുടെ അവിശ്വസ്തത കാട്ടിയപ്പോൾ അവിടെ ഭൂതലത്തിലുള്ള എല്ലാ മനുഷ്യരിലും സൗമ്യനായിരുന്ന മോശ എന്താ ചെയ്തതെന്ന് 32-ാം അധ്യായം വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 32. മോശയുടെ കോപം ജ്വലിച്ചു. മോശയുടെ കോപം ജ്വലിച്ചു. അന്ന് 3000 പേരാണ് കൊല്ലപ്പെട്ടത്. തനിക്ക് വിരോധമായി മത്സരികൾ എഴുന്നേറ്റപ്പോൾ മോശ ഒരു വാക്കുപോലും ഉരിയാടിയില്ല. എന്നാൽ ഇസ്രായേൽ ജനം തങ്ങളുടെ ദൈവമായ യഹോവയുടെ അവിശ്വസ്തത കാട്ടിയപ്പോൾ, പരസംഗം ചെയ്തപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. സ്വാർത്ഥ ലാഭത്തിനായി പോരാടുന്നവരാകാതെ മോശയും യേശുവും കാട്ടിയ മാതൃക പോലെ സൗമ്യതയുള്ളവരായിരിക്കുന്നുവെങ്കിൽ നാം ദൈവരാജ്യം അവകാശമാക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇത്രയും ഇങ്ങനെ വിരിച്ചു പോയാൽ നമുക്ക് 5-ാം അധ്യായം തീരുമ്പോഴത്തേക്ക് ഈ സെമസ്റ്റർ കഴിയും. ഓക്കെ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതി എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡിക്കൈസിനോ എന്നുള്ള പദമാണ്. നീതി പാപത്തെക്കുറിച്ച് ദുഃഖിക്കുക മാത്രമല്ല, നീതീകരിക്കപ്പെടുവാൻ വിശന്ന് ദാഹിക്കുക. നീതീകരിക്കപ്പെടുവാൻ വിശന്ന് ദാഹിക്കുക, അങ്ങനെയുള്ളവർക്ക് ദൈവം തൃപ്തി നൽകും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവന്റെ ദീനരോധനം പൗലോസ് വരച്ചു കാണിക്കുന്നുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവന്റെ രോദനമാണത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അവിടെ നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന ഒരു മനുഷ്യന്റെ രോദനമാണ് കാണുന്നത്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ, റോമാലേഖനം 8-ന്റെ 3-4 വാക്യങ്ങൾ അത് പറയുന്നുണ്ട്. റോമർ 8-3 ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ച് ജഡത്തെ അല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഓക്കെ. അവിടെ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവനെ തൃപ്തി വരുത്തുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിലൂടെ ലഭിക്കുന്ന രക്ഷ, അത് സംബന്ധിച്ചും പൗലോസ് പരാമർശിച്ചിട്ടുണ്ട്. 3-ാമത് കർത്താവിനോടുള്ള നമ്മുടെ മനോഭാവം. അതാണ് 5-ന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. കർത്താവിനോടുള്ള നമ്മുടെ മനോഭാവം നാം ഇങ്ങനെ വായിക്കുന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കരുണ, ഹൃദയശുദ്ധി, സമാധാനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന 3 വിലയേറിയ ദാനങ്ങളാണ്. എഫേസ്യർ 2-ന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ, എഫേസ്യർ 2-ന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. എഫേസ്യർ 2-ന്റെ 4 മുതൽ 7 വരെ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന
നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ, അല്ലെങ്കിൽ അവർ കരുണ ലഭിച്ചവരാണ്. അപ്പോസ്തലപ്രവൃത്തി 15:9 ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഫേസ്യർ 2:4-7 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നാം കരുണ ലഭിച്ചവരാകുന്നു എന്ന് പറയുന്നു. ആക്ട്സ് 15:9 അപ്പോസ്തലപ്രവൃത്തി 15:9 ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നു. റോമാലേഖനം 5:1 ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറയുന്നു. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് കരുണ ലഭിച്ചവരാണ്, ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു, നമുക്ക് സമാധാനം, ദൈവത്തോട് സമാധാനമുണ്ട്. കരുണ ലഭിച്ചവരായ നാം മറ്റുള്ളവരോട് ആ കരുണ പങ്കിടണം. നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ സാധിക്കും. അതാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ ഹൃദയശുദ്ധി പ്രാപിച്ചുവെങ്കിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ സാധിക്കും. നാം സമാധാനം ലഭിച്ചവരായിരിക്കുന്നുവെങ്കിൽ എന്തോ സിസ്റ്റത്തിന് എന്തോ പ്രശ്നമുണ്ടായോ, എന്തോ ക്ലോസ് ആയെന്തോ. ഓട്ടെ, അതിലേലും കുഴപ്പമില്ല. നമുക്ക് നാം സമാധാനം ലഭിച്ചവരായിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരുണയും സമാധാനവും വിശുദ്ധിയും ഈ ലോകത്തിലേക്ക് പകർന്നു നൽകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ മനോഭാവം. 4 ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം, അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ദി വേൾഡ്. 5:10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത്. 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 5-ാം അധ്യായം 10 മുതൽ 16 വരെ. നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലെത്രയോ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇവിടെ ഒരു പൂർണ്ണ സമർപ്പണമുള്ള ക്രിസ്ത്യാനിയായി ഈ ലോകത്തിൽ ജീവിക്കുന്നത് അത്ര അനായാസമായ ഒരു കാര്യമല്ല. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് 15-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു.
ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും, എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേത് പ്രമാണിക്കും. അപ്പോൾ ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഉപദ്രവിച്ച ലോകം, നമ്മൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് വിശുദ്ധന്മാരായി ജീവിക്കുന്നവർക്ക് ലോകത്തിൽ ഉപദ്രവമുണ്ട്. പൗലോസും അത് പറഞ്ഞിട്ടുണ്ട്. തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3:12 പറയുന്നു, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഇന്നിപ്പോ ഉപദ്രവമൊക്കെ കുറവുണ്ടെന്നാ നമ്മുടെ ആൾക്കാർ പറയുന്നു. ഉപദ്രവം കുറവുണ്ടെങ്കിൽ ലോകക്കാർ നന്നായത് കൊണ്ടല്ല, നമ്മൾ ലോകത്തോട് ഒത്തിരി കോംപ്രമൈസ് ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഉപദ്രവം കുറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ അവർ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവർ, ഹഗിയോസ്, സെപ്പറേറ്റഡ് ആണ്. അവർക്ക് ലോകത്തോട് അനുരൂപമാകുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ലോകവുമായി നിരന്തരമായ സംഘട്ടനം ഉണ്ടാകുമെന്ന് പൗലോസും അപ്പോസ്തലന്മാരും വളരെ അസന്നിഗ്ധമായി പറയുകയാണ്. നാം ലോകത്തിൽ വസിക്കുന്നുവെങ്കിലും നാം ലോകക്കാരല്ല. നമ്മുടെ മനോഭാവവും ലോകത്തിന്റെ മനോഭാവവും തികച്ചും വിപരീത ദിശയിലായിരിക്കും. We are different from the world and we have different attitudes. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ ലക്ഷ്യം, ഇതെല്ലാം ലോകത്തിൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ വിലയേറിയ മൂല്യങ്ങൾ ലോകത്തിന് നിസ്സാരവും നിന്ദ്യവുമാണ്. നമുക്ക് വിലയേറിയതായി കരുതുന്ന മൂല്യങ്ങൾ ലോകത്തിന് നിസ്സാരവും നിന്ദ്യമാണ്. അതുപോലെ തന്നെ ലോകത്തിന് വിലയേറിയതായി തോന്നുന്ന മിക്ക കാര്യങ്ങളും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ വിശുദ്ധന് നിസ്സാരവും ഏതുമില്ലാത്തതുമാണ്. കാരണം പറഞ്ഞാൽ ലോകം താഴ്മയല്ല ഉന്നത ഭാവത്തെയാണ് വലുതായി കാണുന്നത്. ലോകം താഴ്മയല്ല ഉന്നത ഭാവത്തെയാണ് വലുതായി കാണുന്നത്. ലോകത്തിന് പാപത്തെക്കുറിച്ച് ലജ്ജ തോന്നുന്നില്ല. അത് പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ പുൽകുവാൻ വാഞ്ചിക്കുന്നു. ലോകം പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ പുൽകുവാൻ വാഞ്ചിക്കുന്നു. ലോകം നിഗളികളെയും സമ്പന്നന്മാരെയും കള്ളപ്രവാചകന്മാരെയും പുകഴ്ത്തി പറയുന്നു. ലൂക്കോസ് 6:26 ഞാനിങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 6:26 വാക്യത്തിൽ, സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. കള്ളപ്രവാചകന്മാരെ പുകഴ്ത്തി പറഞ്ഞു. ലോകം കള്ളപ്രവാചകന്മാരെ പുകഴ്ത്തി പറയും. എന്നാൽ നീതിമാന്മാരെയും ദൈവത്തിന്റെ പ്രവാചകന്മാരെയും അവർ ഉപദ്രവിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അതാണ് കണ്ടത്. നീതിമാന്മാരെയും ദൈവത്തിന്റെ പ്രവാചകന്മാരെയും അവർ ഉപദ്രവിക്കുന്നു. പത്രോസിന്റെ 1 ലേഖനം 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, പത്രോസിന്റെ 1 ലേഖനം 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, അവിടെ എങ്ങനെ പറയുന്നു? ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ നാമം നിമിത്തമായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. അപ്പോൾ ലോകത്തിൽ നീതി നിമിത്തം ഉപദ്രവങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെ അവരങ്ങനെ ഉപദ്രവിച്ചില്ലേ? അപ്പോൾ നിങ്ങൾക്കും അതുണ്ടാകും. എന്നിട്ട് പിന്നെ പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഉപ്പ് രുചി വരുത്തുന്നതാണ്. ഉപ്പ് പ്രിസേർവ് ചെയ്യുന്നതാണ്. ഉപ്പ് രുചി വരുത്തുന്നതാണ്. ഉപ്പ് ഭക്ഷണ സാധനങ്ങൾ ചീത്തയാകാതെ സൂക്ഷിക്കുവാൻ ഉപകരിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ആത്മിക മൂല്യങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ
ആ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ കടപ്പെട്ട ഉപ്പാണ് നാം. അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. അത് നിമിത്തം ചിലപ്പോൾ ഉപദ്രവം ഉണ്ടായെന്ന് വന്നേക്കാം. ലോകത്തിന്റെ വെളിച്ചമാണ്. മറ്റേ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടാൻ. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? ഉപ്പിൻ്റെതായ ഗുണമില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുക അല്ലാതെ പിന്നെ ഒന്നിനും കൊള്ളുന്നതല്ല. ഇന്ന് ദൈവജനത്തിന് വന്നിരിക്കുന്ന അവസ്ഥ, ദൈവജനം എന്നല്ല, ദൈവജനം എന്ന് പറയപ്പെടുന്ന പലർക്കും വന്നിരിക്കുന്ന അവസ്ഥ അതാണ്. കാരം നഷ്ടപ്പെട്ട ഉപ്പിനെ പോലെയാണവർ. അതുകൊണ്ടാണ് ലോകത്തിന്റെ മുൻപാകെ സഭ ഇന്ന് നിന്ദാപാത്രമായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുകയാണ്. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കേള തണ്ടിന്മേൽ എത്ര വെക്കേണ്ടത്, അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. മുമ്പ് പറഞ്ഞല്ലോ, നീതിപ്രവർത്തികൾ ചെയ്യുന്നത് ദോഷമില്ല, പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പേ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നവരായിരിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 64-ാം അധ്യായം യെശയ്യാ 64-ന്റെ 6-ാം വാക്യത്തിൽ നിർത്താതെ അതിന്റെ മേളത്തെ വാക്യം കൂടെ എടുത്ത് അതിനാണ്, അല്ലെങ്കിൽ എടുക്കുവാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിച്ച് അതിനാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഭാഗത്തേക്ക് അതിനെ ബന്ധിക്കുകയാണ്. നമ്മുടെ നടപ്പ് കണ്ടിട്ട് ദൈവജനത്തിന്റെ നടപ്പ് കണ്ടിട്ട് ലോകം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. അങ്ങനെ നാം ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കണം. അന്ധകാര നിബിഡമായി ലോകത്തിൽ ക്രിസ്തുവിന്റെ വെളിച്ചമായി പ്രകാശിക്കുവാൻ നമ്മളെ വിളിച്ചു വേർതിരിക്കുകയാണ്. ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം 5:10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ യഥാർത്ഥ നീതിയുടെ തത്വങ്ങൾ എന്നുള്ള വിഷയത്തിൽ നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം, നമ്മുടെ പാപങ്ങൾ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം, കർത്താവിനോടുള്ള നമ്മുടെ മനോഭാവം, ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം, ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നീതിമാനായ യേശു, ദൈവനുദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം. ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്പീഡിൽ പോകുവാൻ സാധിക്കുന്നില്ല. ആട്ടെ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ജോൺസൺ ഡാനിയൽ സർ പ്രാർത്ഥിച്ചാട്ടെ. ജോൺസൺ ഡാനിയൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ക്ലാസ് അവസാനം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഈ മനോഹര ദിവസത്തിന്റെ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ദൈവവചനത്തെ പഠിക്കുവാൻ അവിടെ ഞങ്ങളെ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ അധ്യാപകനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും നിന്റെ ദാസന്റെ മേൽ ചൊരിഞ്ഞത് അത് ഞങ്ങളിലേക്ക് പകരുവാൻ തിരുമേനി ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. അവിടുത്തെ നന്മകളാൽ അവിടെ ഞങ്ങളെ നിറപ്പാൻ പരിശുദ്ധൻ അവിടുത്തെ സഹായിക്കണമേ. എല്ലാ പഠിതാക്കളെയും ഏൽപ്പിക്കുന്നു, എല്ലാ അധ്യാപകരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഓരോരുത്തരോടും അവിടുന്ന് കൂടെയിരിക്കാൻ പരിശുദ്ധൻ സഹായിക്കണമേ. സമസ്ത ഭാരങ്ങളും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയിൽ അവിടുന്ന് സൂക്ഷിച്ചാട്ടെ, പരിപാലിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ യാചിക്കുന്നത് കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, sir. Thank you so much. Good